രാജു പി നായർ, ഇന്നിപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ അറിയാമല്ലോ. രാവിലെ 12:10 മുഖ്യമന്ത്രിയുമായി അൻവറിന്റെ കൂടിക്കാഴ്ച. 12:58 അദ്ദേഹം മടങ്ങുന്നു. 45 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ 25 മിനിറ്റും പി ശശിയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൃത്യമായ വിവരം. മുഖ്യമന്ത്രിയും അൻവറും മാത്രമായിരുന്ന കൂടിക്കാഴ്ച കൂടിയായിരുന്നു അത് എന്നുള്ളതിൻ്റെ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അൻവർ കീഴടങ്ങി, അൻവർ പരാജയപ്പെട്ടു, അൻവർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നടപടിയാകുന്നില്ല എന്ന ഒരു ആലോചനയിലേക്ക് കോൺഗ്രസ് എത്തുന്നത്? അങ്ങനെയാണ് ഇപ്പോൾ നാലുപാട് നിന്നും പ്രതികരണങ്ങൾ വരുന്നത്. അതിനൊരു ഘട്ടമായോ? സ്മൃതി, ഇന്നലെ നമ്മൾ ഇതേ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഞാനപ്പോൾ പഞ്ചാബി ഹൗസിലെ ഒരു രംഗം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ടുണ്ടായ ആരോപണങ്ങളിൽ ആർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? PV അൻവറിന് യാതൊരു കുഴപ്പമില്ല. ADGP അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇല്ലേ? ഇനിയിപ്പോൾ ഉള്ളത് P ശശി മാത്രമാണ്. P ശശിയെ സംബന്ധിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. ഇവിടെ അല്പം മുമ്പ് സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇത് തുടങ്ങുന്നത് EP ജയരാജൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇതിനകത്തുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു. ശ്രീ VS സുനിൽകുമാർ പറഞ്ഞു വെക്കുന്നു അത് തന്നെയല്ലേ? EP ജയരാജൻ ഉൾപ്പെടെ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് നടത്തിയ ഡീൽ എന്തായിരുന്നു? ആ ഡീലിൽ ADGP അജിത് കുമാറിന് റോൾ ഉണ്ടായിരുന്നു, കമ്മീഷണർക്ക് റോൾ ഉണ്ടായിരുന്നു, EP ജയരാജന് റോൾ ഉണ്ടായിരുന്നു, പിണറായി വിജയന് റോൾ ഉണ്ടായിരുന്നു. അത് കൃത്യമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും കൊടുത്തുകൊണ്ട് തൻ്റെ കേസുകളെ മുഴുവൻ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറയും. ഞാൻ അത് അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ അത് പറയാം. ഇതെല്ലാം സംഭവിച്ചില്ലേ? ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം മലയാളികൾ അരിയാഹാരം കഴിയാത്ത വിഡ്ഢികളാണ് മലയാളികളെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയമായി ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ BJP തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കരുത്ത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ BJPയുടെ വോട്ട് വിഹിതം കൂട്ടിക്കൊടുത്താൽ തങ്ങൾക്ക് ഇനിയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് പിണറായി വിജയൻ്റെ കരുത്ത്. പക്ഷേ കൂടെ ഇരുന്ന വിഭാഗങ്ങൾ പുറത്തേക്ക് പോയത് അറിഞ്ഞില്ല. ഇനി നോക്കൂ, ഇതിന് ഞാൻ ഒരു പശ്ചാത്തലം ഒരുക്കാൻ പറയാം. BJP എവിടെയാണ് ഈ വിവാദത്തിൽ? 2 IPS ഓഫീസർമാർക്കെതിരെ ഉയർന്നിരിക്കുന്ന കുറ്റം വളരെ ഗുരുതരമാണ്. എന്താ? സ്വർണം പൊട്ടിക്കൽ, രാജ്യവിരുദ്ധ പ്രവർത്തനം മുതൽ ഭീകരവാദ ബന്ധം വരെ ആരോപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു ഭരണകക്ഷി MLA പറഞ്ഞു, ഇല്ലേ? എന്തുകൊണ്ട് BJP ഇതുവരെ അനങ്ങിയിട്ടില്ല? ശിവശങ്കറിനെതിരെ എടുത്ത നടപടിയേക്കാൾ ഗുരുതരമായ കുറ്റങ്ങൾ ഇന്ന് IPS ഓഫീസർമാർക്കെതിരെ നിൽക്കുകയല്ലേ? EDയുടെ അന്വേഷണം എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെടുന്നില്ല? ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്ക് ഭീകരവാദ ബന്ധം വരെ ഉണ്ടെന്നാണ് MLA പറഞ്ഞു വെച്ചത്. എന്തേ BJP അനങ്ങുന്നില്ല? മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. എന്ത് നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് BJP പറയുന്നതിനപ്പുറം ഭരണപരമായി ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളില്ലേ? ഭരണപരമായി ചെയ്യാൻ കഴിയുന്ന ഫോൺ ചോർത്തൽ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഭീകരമായ കുറ്റം നടന്നു എന്നല്ലേ പറയുന്നത്? IPS ഓഫീസർമാർ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ പരിധിയിലുള്ളവരല്ലേ? അവർ ഭീകരബന്ധം വരെ പറയാൻ, കൊലപാതകം നടത്തി, സ്വർണം പൊട്ടിക്കൽ നടത്തി, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ എന്തുകൊണ്ട് BJP അനങ്ങുന്നില്ല? ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇന്ന് ഈ വിവാദത്തിനെല്ലാം മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയനെതിരെ വരാവുന്ന ശബ്ദങ്ങളെ മുഴുവൻ EP ജയരാജനെ മുതൽ ഇങ്ങോട്ടേക്ക് ഇല്ലാതെയാക്കുകയാണ്. EP ജയരാജൻ, ഞാൻ ചോദിക്കട്ടെ, ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അജിത് കുമാറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തു. രാജു പി നായർ, ഇതിൽ PV അൻവറിന്റെ റോൾ എന്താണ്? കോടാലിയാണ്. PV അൻവർ വെറും കോടാലിയാണ്, ആയുധം മാത്രമാണ്. പിണറായി വിജയൻ പറയാതെ PV അൻവർ ഒന്നും ചെയ്യില്ല. പിണറായി വിജയൻ PV അൻവറിന് ചിറകിനകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് നോക്കൂ, ഈ കഴിഞ്ഞ ഇത്രയും വർഷം CPMന്റെ MLAമാർക്ക് ആർക്കും PV അൻവറിനും KT ജലീലിനും കിട്ടിയ പ്രിവിലേജ് ഉണ്ടോ? മലപ്പുറത്തു നിന്ന് 3 MLAമാർ
2 MLA-മാരും ഒരു മുൻ MLA-യും റസാഖ് ഉൾപ്പെടെ കാരാട്ട് റസാഖ് ഉൾപ്പെടെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നോക്കൂ. എന്തുകൊണ്ടാണ് CPM-ന്റെ മുഴുവൻ സംവിധാനം 3 ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ചരിത്രത്തിൽ ഒരിക്കലും പറയാത്ത ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയാണ്? എന്തുകൊണ്ട് ചർച്ചകളിലേക്ക് CPM വരുന്നില്ല? CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത് മൗനമായിട്ട് ഇരിക്കാൻ സാധിക്കുമോ? അപ്പോൾ MV ഗോവിന്ദൻ മുതൽ പാർട്ടിയുടെ മുഴുവൻ ഫംഗ്ഷണറിക്ക്, പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങൾക്ക് മുഴുവൻ കൃത്യമായ മെസ്സേജ് പോയി കഴിഞ്ഞിരിക്കുന്നു. അധോലോക നായകൻ മെസ്സേജ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ തലവൻ ആ മെസ്സേജ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ, ഡെഫനിങ് സൈലൻസ് എന്ന് പറയില്ലേ, കാതടപ്പിക്കുന്ന നിശബ്ദത. ആ കാതടപ്പിക്കുന്ന നിശബ്ദതയാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കൾ പറയുന്നത് എത്രത്തോളം ശരിയാണ് ശ്രീ രാജു പി നായർ? കാരണം ഈ വിഷയത്തിൽ നേരത്തെ ഇന്നലെ തന്നെ MV ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും പ്രതികരണം തേടുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും പാർട്ടി എന്നാണ് MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ TP രാമകൃഷ്ണനും LDF കൺവീനറും അൻവർ പറഞ്ഞത് ഗൗരവത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ പരിശോധിക്കുമെന്നും P ശശിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളും പരിശോധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒടിച്ചോടുന്നില്ല, ശരിയാണ്, ചർച്ചയ്ക്കൊന്നും ആരെയും വിടുന്നില്ല. പുറത്തേക്ക് പ്രതികരിക്കാൻ PV അൻവറും ഈ പറഞ്ഞതുപോലെ മലപ്പുറത്തെ ഇടത് സഹയാത്രികരായ മറ്റ് MLA-മാരും മുൻ MLA-യും എത്തുന്നു. P ശശിക്കെതിരെ നേരെ അമ്പ് ചെയ്യാൻ വേണ്ടി കാരാട്ട് റസാഖ് എത്തുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പൂർണ്ണമായും മൗനമാണ് എന്ന് പറയാമോ? നേതൃത്വത്തിന്റെ പ്രതികരണം വരുന്നത് P ശശിക്കെതിരാണ് എന്ന സൂചനകൾ കൂടിയില്ലേ? സ്മൃതി, MV ഗോവിന്ദൻ പറയുന്ന ഗൗരവം എന്താണ്? MV ഗോവിന്ദൻ പറയുന്ന ഗൗരവം? MV ഗോവിന്ദൻ മുൻപ് പറഞ്ഞ 2-3 തവണയായി പറഞ്ഞ ഗൗരവത്തിനൊടുവിലാണ് EP LDF കൺവീനർ സ്ഥാനത്തു നിന്നും മാറിയത് എന്ന് താങ്കൾ ഓർക്കണം. ശരി, അത് രാഷ്ട്രീയം. ഞാൻ ഈ കാര്യം ചോദിക്കട്ടെ. MV ഗോവിന്ദൻ പറയുന്ന ഗൗരവം എന്ന് പറയുന്നത് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡറിന് ചുമതലയുള്ള ADGP ഒരു കുറ്റവാളിയാണെന്നും കൊലപാതകിയാണെന്നും ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളാണെന്നും ദാവൂദ് ഇബ്രാഹിമാണ് പറഞ്ഞാണ്, ഇല്ലേ? കേരളത്തിലെ ജനങ്ങളുടെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ചുമതലയുള്ള പോലീസിന്റെ ADGP തലത്ത് ഇന്ന് ഭരണകക്ഷി MLA പറഞ്ഞ ഗൗരവമായ ആരോപണം നേരിടുന്നാൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്ത് ഗൗരവമാണ് സ്മൃതി അങ്ങ് കാണുന്നത്? അത്രമാത്രം നിഷ്കളങ്കരാവാ നമുക്ക്. മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഗൗരവമാണെന്ന് പറഞ്ഞാൽ ഗൗരവമാവോ? ഈ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ഇന്നും ആ കൊലപാതകിയുടെ കയ്യിലിരിക്കുക. അതല്ലേ ഞാൻ പറയുന്നതല്ല, PV എന്നവർ പറയുകയാണ്. കൊലപാതകിയുടെ കയ്യിൽ, കേരളത്തിന്റെ ദാവൂദ് ഇബ്രാഹിമിന്റെ കയ്യിൽ കേരളത്തിന്റെ മുഴുവൻ നിയമ സംവിധാനം ഇരിക്കുകയാണ്, ഇല്ലേ? എന്നിട്ട് അവിടെ അന്വേഷണം നടത്തുന്നു. ആരാ അന്വേഷണം നടത്തുന്നത്? അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസർമാർ, ADGP-യോട് റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസർമാർ. അന്വേഷണം. സ്മൃതിക്ക് ഗൗരവം പിടികിട്ടിയോ? സ്മൃതിക്ക് വളരെ കൃത്യമായിട്ട് ഗൗരവം മനസ്സിലായിട്ടുണ്ടല്ലോ, ഇല്ലേ? ഒരു SP ഉണ്ട്, കൊടുത്തു. എന്തൊരു വലിയ നടപടി! അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഏതൊക്കെ രൂപത്തിൽ അതിൽ അന്വേഷണം നടത്താം ശ്രീ MP ബാലകൃഷ്ണൻ അതിൽ കൂടുതൽ പറയാൻ സാധിക്കും. അതോടൊപ്പം BJP-യുടെ പ്രതികരണവും ഇടത് നിരീക്ഷകരുടെ പ്രതികരണവും നമുക്ക് അറിയേണ്ടതുണ്ട്. വരാം ശ്രീ രാജു പി നായർ.